ഗബ്രി ഒരു പുതുമുഖ നടനാണ്, നല്ലൊരു നടനാണ്. ഗബ്രി ജോസ് എന്ന നടനെയായിരുന്നോ ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ടത്, അല്ലെങ്കിൽ യഥാർത്ഥ ഗബ്രിയായിരുന്നു? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അഭിനയത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ക്യാരക്ടറാണ്. ഇവിടെ നമ്മൾ കൂടുതൽ ചെയ്യുന്നതും നമ്മളായിട്ട് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. പിന്നെ 916 ഉറപ്പ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അഭിനയവും ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, നൃത്തങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂടി ചേരുന്ന ഒരു സംഭവമായിരുന്നു ബിഗ് ബോസ്. എടാ കള്ള തിരുമാലി, സിറ്റുവേഷൻ അനുസരിച്ച് നിനക്ക് എല്ലാം മാറ്റി പറയാൻ അറിയാവല്ലേ? എടാ ഉടായിപ്പേ, നീ ഒരു രാഷ്ട്രീയക്കാരനാവൂടാ. അപ്പോ എന്റെ ബേസിക് നേച്ചറായിട്ട് ഒരുപാട് സാമ്യതകളുള്ള ഒരു സംഭവമായിരിക്കും ബിഗ് ബോസിലൂടെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യത. നീ എന്ത് പിച്ചും പേയുവാണ്ടാ ഈ പറയുന്നേ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ചാരായ നിരോധനം ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. ഞാൻ പലയിടത്തും ഗബ്രി പറയുന്നത് കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ജാസ്മിന്റെയും ഗബ്രിയുടെയും സൗഹൃദം തെറ്റായി ചിത്രീകരിച്ചത് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ടാണ്, അല്ലെങ്കിൽ സമൂഹം പലതും മഞ്ഞയായി കാണുന്നത് കൊണ്ടാണ് എന്ന് ഗബ്രി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്നാ വർത്താനം പറഞ്ഞു പോയി. ഞാൻ ദേഹത്ത് സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വിവാദം വന്നിട്ടുള്ളത്. അതായത് ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ കൈ പിടിച്ചിരുന്നു. നമ്മള് വൾഗർ ആയിട്ടുള്ള രീതിയിൽ ഒന്നും അതിന്റെ അകത്ത് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അതിന്റെ അകത്ത് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ജസ്റ്റിഫൈഡ് ആണ്. വളരെ ബേസിക് ആയിട്ട് പുറത്തും ആളുകൾ എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. അയ്യോ എന്ത് പാവം. അല്ലെങ്കിൽ നീ കാര്യം കാണാൻ കഴുതക്കാരും പിടിക്കുന്നതാണെന്ന് എനിക്കറിയാം. സൗഹൃദത്തിന്റെ മുകളിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ഡിസ്കഷൻസോ ഒരു ആക്ഷൻസോ അതിന്റെ അകത്ത് ചെയ്തിട്ടില്ല. അവിടെ ഒരു സദാചാര കണ്ണ് അവിടെ ഉണ്ടോന്ന് എനിക്ക് സംശയം. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഗബ്രി, നിങ്ങളുടെ ഈ ഒരു കോംബോ കാരണമാണ് വിവാഹം മുടങ്ങി എന്നുള്ള ആരോപണങ്ങൾ വരുന്നു. ഇതൊക്കെ ഇതിന് പിന്നാലെ വന്നതാണ്. അപ്പോൾ ഇനി ഞാനിവിടെ നിന്നാ എന്റെ ശവം ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അതിലും നല്ലത് ആരും കാണാതെ രക്ഷപ്പെടുക.